അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റുള്ള പ്രോബ്ലമാണ്. സോ ആ പ്രോബ്ലം കൂടി ചെയ്യാം. Consider beta is very high and okay, fine, presentation start. Okay, consider beta is very high and VB ഞാൻ ഓൾറെഡി പറഞ്ഞു കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ അസ്യൂം ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ VB തന്നിട്ടില്ലെങ്കിൽ 0.7 ആയിട്ട് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഡയോഡിൻ്റെ തെർമൽ വോൾട്ടേജ് VT എന്ന് പറഞ്ഞ വോൾട്ടേജ് അറിയണമെങ്കിലാണ് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഈ VT യു ക്യാൻ കൺസിഡർ ആസ് 26 മില്ലി വോൾട്ട്. അതുപോലത്തെ കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നേരത്തെ ഇത് ചെയ്യാം. പക്ഷേ പ്രോബ്ലത്തിനകത്ത് ഓൾറെഡി വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ തന്നെയുണ്ട്. ഇതിനകത്ത് ഇപ്പം VBയുടെ വാല്യൂ 0.65 വോൾട്ട് ഇൻസ്റ്റെഡ് ഓഫ് 0.65 വോൾട്ട് എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദി കറന്റ് I flowing through 2K. Okay, that's the question. ഒരു ട്രാൻസിസ്റ്റർ, രണ്ട് ട്രാൻസിസ്റ്റർ ഉള്ള ഒരു സർക്യൂട്ടാണ്. This is 2K and this is 1K, and you have to find out the current flowing through this 2K. Okay. This is 1.65. This is 1.85. This is 6.5. This is 10 volt. Okay. So this was the question. കുറച്ച് ഓപ്ഷൻ തന്നിട്ടുണ്ട്. 1 മില്ലി ആംപിയർ, 2 മില്ലി ആംപിയർ, 3 മില്ലി ആംപിയർ എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂട്ട് തന്നിരിക്കുന്നത്. സോ ഇതിനകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ബീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ബീറ്റ ഈസ് വെരി ഹൈ. വെൻ ബീറ്റ ഈസ് വെരി ഹൈ, IB ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ആസ് 0 and so IC is equal to I. So these things we can approximate when beta value is very high. And VB is given as 0.65. VB is nothing but VB minus V. VB minus V and VB in order. Okay. So there is no current is flowing through this and no current is flowing through this side. Cannot say. So what will be this voltage? Consider this is VB2 and this is VB1. രണ്ട് വോൾട്ടേജുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ what are these voltage? Because here it is 10 voltage. So what is the total resistance here? 6.5 plus 1.85 plus 1.65 is 10K. So VB2 എന്ന് പറയുന്നത് 10 voltage into 1.65K divided by 10K. This is the total resistance into this this voltage divided by the total resistance multiplied by 1.65. This is the voltage across VB2. So from that you will get what is the value of VB2. VB2 is 1.65 voltage. 1.65 voltage is VB2. Okay, also we know that what is VB? VB is VB2 minus VE2.
is VB2. Okay, VB is already given as 0.65. So that is VE2. That is VE2. VE2 is VB2 minus VBE. That is 1.65 minus 0.65. That is 1 voltage is VE2. So we got VE2. VE2 okay. So VE2 it is. So what is IE2? It is the current through this one. That is IE2. From that, IE2 is equal to VE2 divided by RE. RE2 or RE. Whatever. That is, from that we will get 1 milliampere here. IE2. Already in this question, it is given that beta value is very high. So IC is equal to IE. So whenever IC is equal to IE, so this is IC2, IE2 is equal to IC2. This is same as this emitter current. This emitter current is collector like flow. So this is same as this. So the current flowing through this 2K I is also 1 milliampere. Hence IE2 is IC2. So IC2 will become 1 milliampere. So that is current through that is 2K is also 1 milliampere. Okay. Clear. Hope you clear this problem. Okay. So ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ് സാധാരണ എല്ലാ തവണയും തന്നെ ചോദിക്കാറ്. സോ നിങ്ങൾ കുറേ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നോക്കും. ഞാൻ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞ പോർഷൻ വിടുവാണ്. നമുക്ക് റണ്ണിങ് ഔട്ട് ഓഫ് ടൈം ആയ കാരണം നമ്മൾ നെക്സ്റ്റ് സെഷൻ അത് വളരെ ഈസിയർ ആയിട്ടുള്ള സെഷനാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് പിക്ക് ചെയ്യാവുന്ന ഇതാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള നമ്മൾ ഈവൻ 10th സ്റ്റാൻഡേർഡിൽ തൊട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ദറ്റ് ഈസ് ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ദറ്റ് ഈസ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ വെച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട്സ്. ബേസിക് ഇലക്ട്രിക് സർക്യൂട്ട്. നമ്മൾ ഇത്ര നേരം ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ, അതായത് ഡയോഡ്, ട്രാൻസിസ്റ്റർ, ഓപ്പറേഷൻ ആംപ്ലിഫയർ, ഡിജിറ്റൽ സർക്യൂട്ട്സ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ വാട്ട് ആർ ദ റെസിസ്റ്റേഴ്സ്? നമ്മളിതൊക്കെ കവർ ചെയ്ത് പോയതാണ്. ദെൻ കപ്പാസിറ്റേഴ്സ്, then inductors. These are also known as passive components. These are not active components. Passive electronics components എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ സിഗ്നലിൽ ആംപ്ലിഫൈ ചെയ്യാനോ അങ്ങനത്തെ ഉള്ള ആക്റ്റീവായിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഡിവൈസുകളാണ്. ബേസിക് ആയിട്ടുള്ള ഡിവൈസുകളാണ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡയോഡോ ട്രാൻസിസ്റ്ററൊക്കെ വെച്ച് കഴിഞ്ഞാൽ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാനും അതുപോലത്തെ സിഗ്നൽ പ്രോസസ്സിങ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം. റെസിസ്റ്റർ, as we all know, this is the circuit symbol of resistor. അതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കറണ്ടിനുള്ള റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, സോ റെസിസ്റ്റൻസ് R is equal to V by I according to Ohm's law. This is the voltage across the resistor. So it is measured in ohm. Okay, and so the current through the resistor is equal to V by R. So it's understood. And the power dissipated is in a resistor is V into I. Power dissipated is VI. V is equal to VI, or we can be I is equal to V by R, so V square by R, or we can be I square R. V is equal to IR, so I square by R. These are the relation of
power. Okay, so when two resistor in series, we know that will add R1, R2. So the R equivalent will be R1 plus R2. എത്ര റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വയ്ക്കുന്നു അത്രയും നമുക്ക് ആഡ് ചെയ്യും. In parallel circuit, we know that R1, R2. So the R equivalent 1 by R equivalent equal to 1 by R1 plus 1 by R2, or we can be also represented as R1 R2 divided by R1. R1 R2 divided by R1 plus R2. This is the equivalent. Okay. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ജസ്റ്റ് ഞാൻ റിഫ്രഷ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. നമുക്ക് LCR സർക്യൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ആറും എല്ലും സിയും ഉള്ള സർക്യൂട്ടിലേക്ക്. അതിനു മുമ്പ് ഞാനൊരു റിഫ്രഷിങ് തരുന്നേ ഉള്ളൂ. ഓക്കെ, ലൈക്ക് ദാറ്റ് വി ഹാവ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ആണ് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. സോ എൻ്റെ സർക്യൂട്ട് സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. So C is the capacitance. എത്രമാത്രം എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ള വാല്യൂ മെഷറാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ, കറന്റ് ത്രൂ ദി കപ്പാസിറ്റർ. So from that, the voltage across the capacitor is equal to 1 by C integral I dt. Okay, 0 to t, something like that. Okay, voltage across the capacitor, and the current through the capacitor IC. Consider I is the current through the capacitor. So IC, we just differentiate this equation, C dV by dt. So the voltage, the current through the capacitance is proportional to the rate of change of voltage. From this, I is proportional, C is the constant value, I is proportional to dV by dt. So rate of change of voltage എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം AC, എത്രമാത്രം തവണ കുറയുന്നു, റേറ്റ് മാറുന്നുണ്ടോ, അതായത് എത്രമാത്രം ഫ്രീക്വൻസി കൂടുന്നുണ്ടോ അത്രമാത്രം കറണ്ട് കൂടും. സോ കപ്പാസിറ്റർ ജനറലി കപ്പിൾ AC ഹൈ ഫ്രീക്വൻസി കറണ്ട്. അപ്പോൾ ഒരു ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ ഇതിലൂടെ കടന്നു പോകും, കപ്പാസിറ്ററിലൂടെ കടന്നു പോകും. ഒരു ലോ ഫ്രീക്വൻസി ആണെങ്കിൽ dV by dt ഈസ് അപ്രോക്സിമേറ്റ്ലി 0 ആണ്. ഫോർ DC വാല്യൂവിലാണെങ്കിൽ 0 ആയിരിക്കും, റേറ്റ് ഓഫ് ചേഞ്ച് ഇല്ല. അങ്ങനെയുള്ള സമയത്ത് ഇതെന്ന് പറയുന്നത് dV by dt എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ അതിനർത്ഥം ഇതിലൂടെ ഒരു കറണ്ടും ഫ്ലോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ DC-നെ ബ്ലോക്ക് ചെയ്യും, AC-നെ കപ്പിൾ ചെയ്യും. Okay, also the capacitance reactance, the reactance of resistor offer ചെയ്യുന്നത് ഈ കറണ്ടിന് ഒരു റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റർ ഓഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കപ്പാസിറ്ററും കറണ്ടിന് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് റിയാക്റ്റൻസ്, അതിനെ നമ്മൾ റിയാക്റ്റൻസ് എന്നാണ് പറയുന്നത്. ആ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കപ്പാസിറ്റർ ഓർ ഇൻഡക്ടർ ഈസ് നോൺ ആസ് റിയാക്റ്റൻസ്. ഓക്കെ, റിയാക്റ്റൻസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് തന്നെയാണ്, റെസിസ്റ്റൻസിന്റെ ഫോം തന്നെയാണ്. ഇതൊരു വെക്റ്റർ വാല്യൂ ആയിരിക്കും. ഓക്കെ, കാരണം നമ്മുടെ റെസിസ്റ്ററിലൂടെ നോക്കുമ്പം വോൾട്ടേജിനും കറണ്ടിനും സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അപ്പോൾ ഒരു വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ കറണ്ട്, അതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും. കൺസിഡർ, നമ്മളൊരു വോൾട്ടേജും കറണ്ടും എടുത്തു കഴിഞ്ഞാൽ കൺസിഡർ ഈ വോൾട്ടേജ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. കറണ്ട് എന്ന് പറയുന്നത് ആ ഡയറക്ഷനിൽ തന്നെയായിരിക്കും, കറണ്ട് സെയിം ഡയറക്ഷൻ, ഇൻ ഫേസിൽ തന്നെയായിരിക്കും കറണ്ട് ആൻഡ് ഡയറക്ഷൻ. ബട്ട് ഇൻ കപ്പാസിറ്റർ there will be a phase change between the voltage and current. So the reactance offered by the capacitance XC is equal to 1 by omega C.
where omega is the angular frequency. Omega is equal to 2 pi fc, 2 pi f omega. So xc is equal to, also the xc is equal to 1 by 2 pi fc. Okay. So from that frequency increase xc will decrease. So when we increase frequency, xc will reduce. Upon more and more frequency xc koreyum, so more current will flow. Equation is nammal adana nokkiyathu. Okay. Okay. In capacitor, it is referred as ice. Ice എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഐസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കപ്പാസിറ്റർ കറണ്ട് ലീഡ് ആദ്യം കൊടുക്കുന്ന എന്താണോ കറണ്ടിന്റെ റെപ്രസെന്റേഷൻ ആണ് ഐ എന്ന് പറയുന്നത്. വോൾട്ടേജിന് ബിന്നോ ഇന്നോ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഫിസിക്സിൽ നമുക്കറിയാം വോൾട്ടേജിനെ സംടൈംസ് ഇ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്ററിൽ വോൾട്ടേജിനേക്കാളും കറണ്ട് ആണ് ലീഡ് ചെയ്യുക. അപ്പം നമ്മളൊരു കപ്പാസിറ്റർ സർക്യൂട്ട് എടുക്കുക, അതിന്റെ വോൾട്ടേജ് consider this is a voltage, then the current is like this. It will lead by a phase. ഒരു phase lead ചെയ്യും കറണ്ടിൽ. Capacitor current leads voltage by 90 degree. ഒരു പ്യൂർ കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണ്, റെസിസ്റ്റർ ഒന്നും ഇല്ലാത്ത സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ലീഡ്സ് ബൈ 90 ഡിഗ്രി, ദാറ്റ് ഈസ് പൈ ബൈ 2 ആയിട്ട് ലീഡ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റർ സർക്യൂട്ട്. ആൻഡ് ഇൻ കപ്പാസിറ്റർ, when the capacitor in series and parallel, in series, these are the capacitor C1, C2. So the equivalent capacitance equal to 1 by C equivalent C is equal to 1 by C1 plus C2 in series. It's ഇതെന്ന് പറയുന്ന ഓപ്പോസിറ്റ് റെസിസ്റ്റർ ആണ്. റെസിസ്റ്ററിലെ സീരീസിലാണെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുകയായിരുന്നു. പാരലൽ ആണെങ്കിലാണ് 1 by C equal to 1 by C1 plus 1 by C2 എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് വന്നത്. ഓക്കെ, so from that C equivalent is equal to C1 C2 divided by C1 plus C2. In parallel, the equivalent capacitance, so C1 C2 equivalent capacitance C equivalent C is equal to C1 plus C2. Whereas C3 ഉണ്ടെങ്കിൽ plus C3, it will goes like that. Okay. 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 Fine. Then ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അതുകൊണ്ടാണ് വളരെ സ്പീഡിൽ പോകുന്നത്. Then we can go through inductor. Okay, inductor circuit representation is L. And in inductor, what is the inductor is measured in Henry. Capacitance is measured in Farad. Okay, that value Farad. Generally it is in microfarad, millifarad or farad. In inductor, it is measured in inductance, is measured in Henry. H. Okay. നമുക്കറിയാം ട്രാൻസ്ഫോമർ ഒക്കെ വർക്ക് ചെയ്യുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ആൻഡ് ദ കൺസിഡർ I is the current and V is the voltage across the inductor. So the voltage across the inductor, V, what is the value of V is equal to LD by dt, LDI by dt, rate of change of current. Okay, and so the current through inductor
is equal to 1 by L integral V dt. Okay. So one more thing, the power or energy stored in inductor. Inductor is equal to half Li square. It's also very important. And so the energy stored in a capacitor, that thing is also, so the energy is equal to half CV square, like half Li square. Here in a capacitor energy store ചെയ്യുന്നത് വോൾട്ടേജിന്റെ ഫോമിലാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഫോമിലാണ്. ബട്ട് ഇൻ ഇൻഡക്ടർ കറണ്ടിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, കറണ്ടിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. മറ്റേതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ടാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ നോക്കാം, അടുത്ത ഇതിനകത്ത് നോക്കാം. ഓക്കെ, സോ these are the equation. When two inductors are in series, as I already said, നമ്മുടെ ട്രാൻസ്ഫോമറിലൊക്കെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വഴിയാണ്. രണ്ട് ഇൻഡക്ടർ അടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാകും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും അതിനെ ക്രോസ് ആയിട്ട്. അപ്പം നമ്മളൊരു ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, depending upon the direction, there will be a magnetic field is generated through the അത് വെച്ചിട്ടാണ് നമുക്കറിയാം മോട്ടർ ആണെങ്കിലും ജനറേറ്റേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. ട്രാൻസ്ഫോമർ ആണെങ്കിലും വർക്ക് ചെയ്യുന്നത്. ഒരു കോയിലിന് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ക്രോസ് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് തിങ് വി ഓൾറെഡി നോ. സോ ടു ഇൻഡക്ടേഴ്സ് ആർ ഇൻ സീരീസ് ആണെങ്കിൽ L1 and L2. Already I said there will be a mutual inductance. ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവും. കാരണം ഈ ഇലക്ട്രിക് ഫീൽഡ് ഇതിനും ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് M എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വെച്ചിട്ടാണ് ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത്, കപ്പിൾ ചെയ്യുന്നത്, എനർജി കപ്പിൾ ചെയ്യുന്നത്. സോ ദ L equivalent equal to L1 plus L2 പ്ലസ് ഓർ മൈനസ് 2m. ഓക്കെ, പ്ലസ് ഓർ മൈനസ് 2m എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ പോലെ ഇരിക്കും. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷനോടെ അപ്പോൾ ഇതിനകത്ത് കാണിക്കേണ്ടി വരും. അപ്പം ഇപ്പോൾ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ, ഇപ്പം കറണ്ടിന്റെ ഡയറക്ഷൻ ഈ ഡോട്ട് വെച്ചിട്ടാണ് കാണിക്കുന്നത്. സോ ദീസ് ആർ ദ ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷനിലാണെങ്കിൽ L equivalent ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 പ്ലസ് 2m ആയിരിക്കും, ഒരേ ഡയറക്ഷനിലാണ്. ഇതിപ്പം ഈ ഡയറക്ഷനിൽ ഇവിടെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അപ്പോൾ മൈനസ് 2m വരും. ഓക്കെ, സോ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ടോട്ടൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട്, ഒരു സർക്യൂട്ടിൻ്റെ ടോട്ടൽ ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, സോ വെൻ ഇൻഡക്റ്റൻസ് ഇൻ പാരലൽ, പറഞ്ഞു കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഈ ഡോട്ട് മാർക്ക് ഇട്ടിരിക്കുന്നതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ കാണിച്ചിരിക്കുന്ന വഴിക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇൻവേർഡ് കറണ്ടാണ് പോകുന്നത്, ഇവിടെ നിന്നും ഇങ്ങോട്ട് ഇൻവേർഡ് കറണ്ടാണ് പോകുന്നത്. അപ്പോഴാണ് അതിൻ്റെ L ഈക്വലൻസ് നമ്മൾ കാണുമ്പോൾ ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ എങ്കിൽ പ്ലസ് 2m വരും. ഇപ്പം ഇതിന്റെ സ്ഥാനത്ത് ഇപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ രണ്ട് ഇൻഡക്ടർ വയ്ക്കുകയാണ്, L1 L2. ഇത് ഈ ഡയറക്ഷനിലാണ്, ഇതിപ്പോൾ ഈ ഡയറക്ഷനിലാണ്. അപ്പം കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇതിനൊരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ,
ഈ ഇൻഡക്ടറിലൂടെ കറണ്ട് നമ്മൾ ഓൾറെഡി സെറ്റ് കപ്പാസിറ്ററിലൂടെ ഒരു പ്യൂർലി ഒരു കപ്പാസിറ്റർ സർക്യൂട്ടിലൂടെ കറണ്ട് പോയി കഴിയുമ്പം അവിടെ ഒരു 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇൻഡക്ടറിൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ടിന്റെ ഫ്ലോ എന്നാണ് അതിന് അസ്യൂം ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കറണ്ടാണ് ഡിപ്പെൻഡ് ചെയ്യപ്പോൾ നമുക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന സർക്യൂട്ട് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒരു കറണ്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന്റെ L ഈക്വലൻസ് ഈസ് ഈക്വൽ ടു L1 പ്ലസ് L2 മൈനസ് 2M എന്നാണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് ഓർ മൈനസ് 2M ഇത് കറണ്ടിന്റെ ഡയറക്ഷൻ അറിയില്ലാത്തതുകൊണ്ടാണ് പ്ലസ് ഓർ മൈനസ് 2M എന്ന് ഇട്ടേക്കുന്നത്. ഇവിടെ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ പ്ലസ് 2M എന്നാണ് ഇടുക, ഡിഫറെന്റ് ഡയറക്ഷനിലാണെങ്കിൽ മൈനസ് 2M എന്നാണ് ഇടുക. ക്ലിയർ ആയോ? ഓക്കെ. അതുപോലെ തന്നെ കറണ്ടിൽ നമ്മൾ ഈ ഇൻഡക്ടറിൽ നമ്മൾ ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്നത് കപ്പാസിറ്ററിൽ കറണ്ട് ആണോ ലീഡ് ചെയ്യുന്നത് വോൾട്ടേജ് ആണോ ലീഡ് ചെയ്യുന്നതെന്ന് നമുക്കൊരു ഒരു ഡൗട്ട് എപ്പോഴും ഉണ്ടാവും. നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും. ആ ഡൗട്ട് ഇത് ചെയ്യാനാണ് ഞാൻ ഐസ് എന്ന് പറഞ്ഞൊരു പേര്, ഐസ് നമുക്ക് എപ്പോഴും സുപരിചിതമായ പേരാണ്. അപ്പം ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി എന്നാണ് പറയുന്നത്. ഇൻഡക്ടറിന്റെ കേസ് പറയുമ്പം നമ്മൾ എലി എന്നാണ് പറയുന്നത്. രണ്ടും ഓർത്തിരിക്കാൻ പറ്റിയ പേരാണ്. ഇൻഡക്ടർ വോൾട്ടേജ് ലീഡ് കറണ്ട് ബൈ 90 ഡിഗ്രി ആദ്യം കൊടുക്കുന്നതാണ് ലീഡ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു വോൾട്ടേജ് ഉണ്ടെന്ന് വിചാരിക്കുക. കൺസിഡർ ദിസ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടർ. സോ ദ കറണ്ട് വിൽ ബി ലാഗിങ് ബൈ pi by 2 90 ഡിഗ്രി ആയിട്ട് ലാഗ് ചെയ്യും. ഇൻ ഇൻഡക്ടർ കറണ്ട് ലാഗ്സ് വോൾട്ടേജ്, ലാഗ് ചെയ്യുകയാണ്. വോൾട്ടേജിനെ കമ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് the reactance offered by the inductor, like that കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസ് പോലെ തന്നെ ഇൻഡക്ടറും കറണ്ടിന് ഒരു റിയാക്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ബട്ട് അത് പ്യൂർലി റെസിസ്റ്റീവ് അല്ല എന്ന് പറഞ്ഞാൽ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ബൈ ഇൻഡക്ടർ XL. നമ്മൾ XC ആയിട്ടാണ് കപ്പാസിറ്ററിന്റെ പറഞ്ഞ് ഈസ് ഈക്വൽ ടു ഒമേഗ L. That means XL omega is angular frequency, so 2 pi FL. That means if frequency increases, XL is also increases. So in ഇൻഡക്ടറിലൂടെ AC ആണെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുക, ഹൈ റിയാക്റ്റൻസ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. ഇൻഡക്ടർ ഓഫർ ചെയ്യുന്നത് ഹൈ റിയാക്റ്റൻസ് ആയിരിക്കും. ബട്ട് DC ആണെങ്കിൽ ഇറ്റ് വിൽ കപ്പിൾ. കാരണം DCക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 ആണ്. സോ XL എന്ന് പറയുന്നത് 0 ആവും. സോ ഹൈ കറണ്ട് വിൽ ബി സ്റ്റാർട്ട് ടു ഫ്ലോ. അപ്പോൾ DCനെ കപ്പിൾ ചെയ്യും, ACനെ ബ്ലോക്ക് ചെയ്യും ഇൻഡക്ടർ. നേരെ തിരിച്ചാണ് കപ്പാസിറ്ററിൽ വരിക. കപ്പാസിറ്ററിൽ ACനെ കപ്പിൾ ചെയ്യും, DCനെ അത് ഒബ്ജക്റ്റ് ചെയ്യും. ഓക്കെ. സോ ഇതൊക്കെയാണ് അതിൻ്റെ സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം ഇനി ഞാനിത് പറഞ്ഞത് RLC സർക്യൂട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് സംടൈംസ് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. റീസെൻ്റ്ലി ചോദിച്ചിട്ടില്ലെങ്കിലും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് RLC നെറ്റ്വർക്ക് വെച്ചിട്ട്. അപ്പോൾ ഒരു RLC നെറ്റ്വർക്ക് എന്ന് പറയുന്നത് റെസിസ്റ്ററും ഇൻഡക്ടറും കപ്പാസിറ്ററും ഉള്ള നെറ്റ്വർക്കാണ്. സോ ദിസ് ഈസ് R, this is L, and this is C, and I am applying a signal, a sinusoidal signal. Consider Vm sin omega t. അപ്പോൾ ഒമേഗ ഫ്രീക്വൻസി, ആംഗുലർ ഫ്രീക്വൻസി ഉള്ള സിഗ്നലാണ്. Vm അതിൻ്റെ പീക്ക് ആംപ്ലിറ്റ്യൂഡാണ്. സോ കൺസിഡർ കറണ്ട് ഈസ് ഫ്ലോയിങ് ത്രൂ ദീസ്. അപ്പോൾ ഇതൊക്കെ സീരീസ് ആയ കാരണം ഒരു കറണ്ട് തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്. Okay, what is the current flowing through the circuit? Im sin omega t ആണെന്ന് let Im sin omega t ആണ് ഇതിലൂടെ പോകുന്ന കറണ്ട് എന്ന് വിചാരിക്കും. സോ
this is the voltage across resistor, voltage across inductor, voltage across capacitor. കറണ്ട് പോകുന്നത് എല്ലാത്തിലേക്കൂടെ ഒരു കറണ്ട് തന്നെയാണ് പോകുന്നത്, Im sin omega, കാരണം ഇത് സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജുകളുടെ റിലേഷനാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. വി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ഫേസ് തന്നെയായിരിക്കും, കറണ്ടിന് ഇൻ ഫേസ് തന്നെയായിരിക്കും. അപ്പോൾ Im sin omega t പറഞ്ഞ പോലെ തന്നെ Vm sin omega t ആയിരിക്കും പോകുന്നത്. Vm അല്ല, ഇതിൻ്റെ ഡിപ്പെൻഡിങ് അപ്പോൺ ദ റെസിസ്റ്റൻസ്, അതായത് I ആണ് ഇവിടെ. സോ Vm ബൈ ആർ സൈൻ ഒമേഗ ടി ആയിരിക്കും ഇതിലൂടെ പോകുന്ന ഇതിനെ ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, I എന്ന് പറഞ്ഞാൽ Vm ബൈ ആർ ആണ്. സോ I ഈസിക്കൽ V ബൈ ആർ ആണ്. സോ നമുക്കതിൽ നിന്ന് അത് കണ്ടുപിടിക്കാം. ഇനി ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള, ഇൻഡക്ടറിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡക്ടറിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് എലി എന്നാണ് പറയുന്നത്. സോ വോൾട്ടേജ് ലീഡ്, ബട്ട് ഇൻ കപ്പാസിറ്ററിൽ വോൾട്ടേജ് ലാഗ്. സോ എങ്ങനെയാണ് അതിൻ്റെ റിലേഷൻസ് വരിക? ഇപ്പം ഞാനൊരു അതിൻ്റെ ഫേസർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫേസ് ഡയഗ്രാം വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുമെന്നാണ് നോക്കുന്നത്. സോ ഫേസർ ഡയഗ്രത്തിൽ പറയുന്നത് ഇതിൻ്റെ റിലേഷനാണ്, ഫേസ് റിലേഷനാണ് പറയുന്നത്. Okay, so consider this is the direction of current Im sin omega t. അപ്പോൾ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്ററും സെയിം ഡയറക്ഷനിലായിരിക്കും. കാരണം ഇപ്പം ഞാനിപ്പോൾ കറണ്ടിൻ്റെ ഫേസർ ഡയഗ്രാമാണ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഇനീഷ്യലി ഐ എം ഡ്രോയിങ് കറണ്ട്. ദിസ് ഈസ് ദ Im sin omega t. ഇതാണ് Im sin omega t എന്ന് വിചാരിക്കുക. സോ ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ VR എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ദർ വിൽ ബി വേരിയേഷൻ ഉണ്ടാവായിരിക്കും, ആംപ്ലിറ്റ്യൂഡിന് വേരിയേഷൻ ഉണ്ടാവായിരിക്കും, പക്ഷെ ഫേസിന് വേരിയേഷൻ ഉണ്ടാവില്ല. ദർ ഇസ് നോ ഫേസ് ചേഞ്ച്. സോ Im sin omega t ആണെങ്കിൽ VR-ന്റെ ഡയറക്ഷനും ഫേസർ ഡയഗ്രാം വരച്ച് ഇത് ഫേസ് ആണ് വരയ്ക്കുന്നത്, സെയിം ഫേസിലായിരിക്കും, Im-ന്റെ സെയിം ഫേസിൽ തന്നെയായിരിക്കും വരയ്ക്കുന്നത്. ഓക്കെ, സോ ബട്ട് ഇൻ ഇൻഡക്ടറിൽ എന്താണ് സംഭവിക്കുക? ഇൻഡക്ടറിൽ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ എലി എന്നാണ് പറയുന്നത്. സോ ഇൻഡക്ടറിൽ ഫേസ് വോൾട്ടേജ് ലീഡ് ചെയ്യും 90 ഡിഗ്രി. ഇൻ VL ഇറ്റ് വിൽ ബി 90 ഡിഗ്രി ലീഡ്. ആൻഡ് ഇൻ കപ്പാസിറ്റർ ദിസ് വോൾട്ടേജ് ഈസ് 90 ഡിഗ്രി lagging. So the voltage across the capacitor is like this. Okay, ഇപ്പം സംടൈംസ് ദ എഫക്റ്റീവ് ഇമ്പിഡൻസ്. സോ ദ VL എന്ന് പറയുന്നത് എന്താണ്? VL ഈസ് ഈക്വൽ ടു I ഇൻറ്റു XL ആണ്. VC എന്ന് പറയുന്നത് I ഇൻറ്റു XC ആണ് VC എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കറണ്ടിൻ്റെ ഡയറക്ഷനിലല്ല മാറ്റം, XL XC ഡയറക്ഷനിലാണ് മാറ്റം. അപ്പോൾ ഹിയർ XL എന്ന് പറയുന്നത് XL ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, XC എന്ന് പറയുന്നത് ഇതിനകത്ത് ലാഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ XL ലീഡ് ചെയ്യുകയായ കാരണം നമ്മൾ സാധാരണ ഇത് ചെയ്യുന്നത് ഇപ്പം പ്ലസ് XL എന്നാണ്, മൈനസ് XC എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 3 റെസിസ്റ്ററാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ R1 പ്ലസ് R2 പ്ലസ് R3 എന്ന് എടുത്തേനെ. 3 കപ്പാസിറ്ററാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എൻ്റെ റിയാക്റ്റൻസ് നമ്മൾ എടുക്കുക ഒരു XC1 XC2 XC3 XC3 എന്ന് ആ രീതിയിലായിരിക്കും എടുക്കുക. അപ്പം ഈ LCR സർക്യൂട്ടിൻ്റെ ടോട്ടൽ ഇമ്പിഡൻസ് നമ്മൾ എടുക്കുമ്പോൾ total reactance offered by this network RLC network എന്ന് പറയുന്നത്, consider Z is a total network, is equal to XL minus XC the whole square ആയിരിക്കും root of. Okay, XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പം അതിൻ്റെ ഫേസ് ഈ XL മൈനസ് XC എന്നൊക്കെ ഇട്ടേക്കുന്നത് അതിൻ്റെ ഈ പ്ലസ് XL മൈനസ് XC എന്ന് ഇട്ടേക്കുന്നത് അതിൻ്റെ ഫേസ് ചേഞ്ചിന് വെച്ചിട്ടാണ് ഇത് ഇട്ടേക്കുന്നത്.
പ്ലസ് എക്സ് എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി ഫേസ് ലീഡിങ് ആണ്, 90 ഡിഗ്രി ഫേസ് ലാഗിങ് ആയതുകൊണ്ട് മൈനസ് എക്സി എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സർക്യൂട്ട് ഒരു പ്യുവർലി റിയാക്ടൻസ് സർക്യൂട്ട് ആണെങ്കിൽ എക്സ് എൽ ഈക്വൽ ടു എക്സി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യൂർലി റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിരിക്കും. ഇപ്പൊ എക്സ് എൽ ഈസ് ഗ്രേറ്റർ ദാൻ എക്സി ആണെങ്കിൽ ഇതിന്റെ ഫേസ്, ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ ഫേസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഡയറക്ഷനിൽ വരും. ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ വരും വെൻ എക്സ് എൽ ഈസ് ഗ്രേറ്റർ ദാൻ എക്സി ആണെങ്കിൽ. ഇഫ് എക്സ് എൽ ഈസ് ലെസ് ദാൻ ഓർ എക്സി ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും വരുന്നത്. വെൻ എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സി ആണെങ്കിൽ സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും വരിക. Okay, so whenever XL is equal to XC, that is the capacitive reactance is equal to the inductive reactance. In that time, this network act as a purely resistive network. അപ്പോൾ ഇത് പ്യൂർലി റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം എന്താ, എക്സ് എൽ എക്സി ഈക്വൽ ആണെങ്കിൽ എക്സ് എൽ മൈനസ് എക്സി എന്ന് പറയുന്നത് 0 ആയി പോകും, 0 ആയി പോകും. അപ്പോൾ ഇതാവും. അപ്പോൾ പ്യൂർലി റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആവും. അപ്പോൾ പ്യൂർലി റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആവാനായിട്ട് നമുക്ക് എന്താണ് ഇതിന്റെ കണ്ടീഷൻ? ആർ എൽ സി നെറ്റ്വർക്കിന്റെ എക്സ് എൽ ഈസ് ഈക്വൽ ടു എക്സി. വേറെ എക്സ് എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, എക്സ് എൽ ഈസ് ഈക്വൽ ടു 2π എഫ് എൽ ആണ്. എക്സി എന്ന് പറഞ്ഞാൽ 1/2π എഫ് സി ആണ്. So that f square is equal to 1/4π square LC എന്ന് കിട്ടും. 4π square LC എന്ന് കിട്ടും. And that frequency whenever XL is equal to XC purely resistive, അപ്പോൾ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവാത്ത കണ്ടീഷനെയാണ് നമ്മൾ റെസണന്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. So that condition is known as resonant condition. അപ്പോൾ ഒരു എൽ സി ആർ സർക്യൂട്ടിന്റെ റെസണൻസ് കണ്ടീഷൻ മിക്കപ്പോഴും പ്രോബ്ലം ചോദിക്കുന്നത് അങ്ങനെയായിരിക്കും. റെസണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എഫ് ആർ എന്ന് പറയുന്നത് 1/√ എടുത്തു കഴിഞ്ഞാൽ 4π മാറ്റി 4π സ്ക്വയർ മാറ്റി 2π√ എൽ സി എന്ന് കിട്ടും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദി റെസണൻസ് ഫ്രീക്വൻസി. ഒരു എൽ സി ആർ സർക്യൂട്ടിന്റെ റെസണൻസ് ഫ്രീക്വൻസി കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും നമുക്കിത്. ഓക്കെ, ആ സമയത്ത് കറണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലും വോൾട്ടേജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും ആർ എൽ സി നെറ്റ്വർക്കിനെ ക്രോസ് ആയിട്ട്. കാരണം എന്താ, പ്യൂർലി റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആയിട്ട് ആയിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. അതിന്റെ എഫക്റ്റീവ് ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താ, ഇൻഡക്റ്റീവും കപ്പാസിറ്റീവ് റിയാക്ടൻസ് ക്യാൻസൽ ആയിപ്പോയി. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? ഓക്കെ, ഫൈൻ. ഇനി ഇതിനകത്ത് പ്രോബ്ലം ചോദിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒന്നിൽ റെസണൻസ് ഫ്രീക്വൻസി വെച്ചിട്ടായിരിക്കും പ്രോബ്ലം ചോദിക്കുക. ഒരു ആർ എൽ സി നെറ്റ്വർക്ക് തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ റെസണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. അല്ലെങ്കിൽ ഇൻഡക്ടർ പാരലൽ സീരീസിലൊക്കെ വെച്ചിട്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ വോൾട്ടേജ് എങ്ങനെയായിരിക്കും അത് കണ്ടുപിടിക്കുക എന്നുള്ള പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. ഇപ്പം ഞാനൊരു സിമിലർ ആയിട്ട് ടി എഫ് ആറിന് ചോദിച്ച ഒരു പ്രോബ്ലം ഞാൻ ചോദിക്കാം. ഇൻ ദാറ്റ് പ്രോബ്ലം 2 ഐഡന്റിക്കൽ ഇൻഡക്ടർ കപ്പിൾ ചെയ്തിട്ടുണ്ട് ഇൻ സീരീസ്. സോ ദ 2 ഐഡന്റിക്കൽ കപ്പിൾഡ് ഇൻഡക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവുന്നതാണ് അതിനർത്ഥം. കപ്പിൾഡ് ഇൻഡക്ടർ connected in series. The measured inductance for the 2 possible series connection are 380 microhenry and 240 microhenry. Okay, then its mutual inductance is okay.
So in this problem, രണ്ട് identical coupled inductor connected in series. അപ്പം സീരീസ് ആയിട്ട് രണ്ട് ഇൻഡക്ടർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിനൊരു മ്യൂച്വൽ ഇൻഡക്റ്റൻസും ഉണ്ട്. ഇങ്ങനെ രണ്ട് ഇൻഡക്ടർ കണക്ട് ചെയ്തിരിക്കുകയാണ്. L1 ആൻഡ് L2 എന്ന് എടുക്കുക. അതിനൊരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ട്. അത് ദ മെഷേർഡ് ഇൻഡക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻഡക്റ്റൻസ് ഫോർ ദ ടു പോസിബിൾ സീരീസ് കണക്ഷൻ. അത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 380 ആൻഡ് 240 മൈക്രോ ഹെൻറി ആണ് ടു പോസിബിൾ. അപ്പോൾ രണ്ട് രീതിയിലും, അതായത് കറണ്ട് ഇൻ ഫേസിൽ ഫ്ലോ ചെയ്യുമ്പോഴും ഔട്ട് ഓഫ് ഫേസ് ഫ്ലോ ചെയ്യുമ്പോഴുള്ള ഈക്വലൻസ് കറണ്ടാണ്, ഈക്വലൻസ് ഇൻഡക്റ്റൻസ് ആണ് ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ ഈക്വലന്റ് ഇൻഡക്റ്റൻസ് ആണ് ഈ തന്നിരിക്കുന്ന രണ്ട് വാല്യൂ 380 മൈക്രോ ഹെൻറി ആൻഡ് 240 മൈക്രോ ഹെൻറി എന്ന് പറയുന്നത്. സോ ദിസ് L equivalent 1 is 380 micro henry. L equivalent 2 is 240 micro henry. Okay. അപ്പോൾ ഇത് രണ്ടുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ L equivalent 1 എന്നൊക്കെ കൂടുതലാണെന്നറിയാം. അപ്പോൾ അതെന്ന് എന്ത് രീതിയിലായിരിക്കും? നമുക്കറിയാം L equivalent എന്ന് പറയുന്നത് L1 plus L2 plus or minus 2m ആണെന്നറിയാം. Okay, this is the equation for L equivalence when the inductors are in a series. നമ്മളോട് പറഞ്ഞിരിക്കുന്ന മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനാണ്. അപ്പം നമുക്കറിയാം 380 മൈക്രോ ഹെൻറി എന്ന് പറയുന്നത് L1 plus L2 plus 2m ആണ്. സോ L1 plus L2 plus 2m എന്ന് പറയുന്നത് 380 മൈക്രോ ഹെൻറി ആണ്. L1 plus L2 minus 2m എന്ന് പറയുന്നത് 240 മൈക്രോ ഹെൻറി ആണ്. Okay, if you reduce this equation, we will get 4m is equal to 140 micro henry. So from that you can easily find out the value of m as 140 divided by 4, that is equal to 35 micro henry. Okay. അപ്പോൾ ആ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഇക്വേഷൻ പറഞ്ഞത്. ഈ സീരീസ് കണക്ട് ചെയ്യുമ്പോഴും പാരലി കണക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ ഈക്വലൻസ് ഇൻഡക്റ്റൻസ് L ഈക്വലൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇതുപോലത്തെ പ്രോബ്ലംസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലായിട്ട് ചോദിക്കുക. പാരലൽ കണക്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ പറഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, സോറി. പാരലൽ ആവുമ്പോൾ parallel inductance. So this is L1, this is L2, and so the M is the mutual inductance. So the L equivalence is equal to L1 L2 minus M square divided by L1 L2 plus or minus 2m. So this is the equation. Okay, plus or minus 2m വന്നത് അത് ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു സെയിം ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. L1 L2 mutual inductance. So this is the same direction. So L equivalent equal to L1 L2 minus M square divided by L1 plus L2 minus 2m. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിലോ പ്ലസ് 2m വരും. ഓക്കെ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ L ഈക്വലൻസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ L ഈക്വലൻസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, ഇവിടെ ഡിനോമിനേറ്ററിലാണ് പ്ലസ് ഓർ മൈനസ് 2 വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ടും മൈറ്റ് ബി പ്രോബ്ലം ചോദിക്കാം. അപ്പം ഈ ഇക്വേഷൻസ് രണ്ടും നിങ്ങൾ വളരെയേറെ ഓർത്തിരിക്കണം, ഈക്വലൻസ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഫൈൻ. ഓക്കെ,
Like that, one more problem. Previous year TF ചോദിച്ച ഒരു problem ആണ്. So in this problem, find the voltage build in capacitor at t is equal to 3 seconds. C is equal to 3 by 2F. Okay. അപ്പം ഈ ഒരു കറണ്ടിന്റെ വേവ് ഫോം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ വേവ് ഫോം ആണ് ഈ കപ്പാസിറ്ററിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ബിൽഡ് ചെയ്യുന്ന വോൾട്ടേജ് 3 സെക്കൻഡിന് ശേഷം ബിൽഡ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഒരു വേവ് ഫോം തന്നിട്ടുണ്ട്. ഇത് കറണ്ടിന്റെ വേവ് ഫോം ആണ്. ഈ വേവ് ഫോം ഈ കപ്പാസിറ്ററിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ അക്രോസ് ആയിട്ട് ബിൽഡ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് കപ്പാസിറ്ററിൽ ബിൽഡ് ചെയ്യുന്ന വോൾട്ടേജിന് ഇക്വേഷൻ അറിയാം. വി സി വോൾട്ടേജ് ബിൽഡ് അറ്റ് കപ്പാസിറ്റർ ഈസ് ഈക്വൽ ടു 1/c ഇന്റഗ്രൽ I dt ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ദിസ് പ്രോബ്ലത്തിൽ ചോദിച്ചിരിക്കുന്നത് 0 to 3 സെക്കൻഡ് 3 സെക്കൻഡിനുള്ളിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറണ്ട് ഡയറക്റ്റ് തന്നിരിക്കുകയല്ല, ഒരു വേവ് ഫോം ആണ് തന്നിരിക്കുന്നത്. ആ വേവ് ഫോമിൽ നിന്ന് എങ്ങനെ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഇവിടെ ഒരു ടൈം ആൻഡ് കറണ്ട് റിലേഷൻ ഉള്ള ഒരു വേവ് ഫോം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് 3 സെക്കൻഡ് വരുമ്പോൾ ഇവിടെ 9 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ടിന്റെ റിലേഷൻ എന്താ? ഇവിടെ IT എന്ന് പറയുന്നത് എന്താണ്? I എന്ന് പറയുന്നത് എന്താണ്? 3t ആയിരിക്കും അല്ലേ? ഇവിടെ 1 വരുമ്പോൾ 3 ആണ് കറണ്ട് വരുന്നത്. ഓക്കെ, 2 വരുമ്പോൾ 6, 3 വരുമ്പോൾ 9. അങ്ങനെ ആകുമ്പോഴാണ് 3 വരുമ്പോൾ 9 വരുള്ളൂ. സോ IT is equal to 3t from this diagram. ഓക്കെ അല്ലേ? സോ C എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, 3/2 എന്ന് തന്നിട്ടുണ്ട്. സോ 3/2F 0 to 3 സെക്കൻഡ് 3t dt. ഇന്റഗ്രൽ 3t എന്ന് പറയുന്നത് എന്താണ്? 3 പുറത്തെടുക്കാം. 3 പുറത്തെടുക്കുമ്പോൾ നമുക്ക് 2 എന്ന് കിട്ടും. ദറ്റ് ഈസ് t²/2 എന്ന് കിട്ടും. സോ t²/2 ഈ 2 അമ്മയിൽ പോകുമ്പോൾ 2 into that is these two cancel, so that is 3 square, that is 9 volt. ഓക്കെ, ക്ലിയർ ആയോ? ഇതെങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളത്? ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുക. നമുക്കപ്പം കറണ്ടിൻ്റെ റിലേഷൻ, ഒരു കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ടിൻ്റെ റിലേഷൻ, വോൾട്ടേജിൻ്റെ റിലേഷൻ, അതുപോലെ തന്നെ അതിനകത്ത് എനർജി സ്റ്റോർ ചെയ്യുന്നതിൻ്റെ റിലേഷൻ, അതുപോലെ തന്നെ ഇൻഡക്ടറിലൂടെയുള്ള കറണ്ടിൻ്റെ റിലേഷൻ, വോൾട്ടേജിൻ്റെ റിലേഷൻ, ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ റിലേഷൻ, പിന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, രണ്ട് ഇൻഡക്ടേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് പാരലൽ ആകുമ്പം മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ഈക്വലൻസ് ഇൻഡക്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതുപോലത്തെ പ്രോബ്ലംസ് അപ്പോൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ ഒക്കെ
നിങ്ങൾക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ പ്രോബ്ലത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ള ഇതിനകത്തൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ ചെയ്ത പ്രോബ്ലത്തിൽ ക്ലിയർ ആണോ ഇത്? ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വളരെ ബൾക്കി ആയിട്ടുള്ള ഈ റെസിസ്റ്റീവ് നെറ്റ്വർക്കൊക്കെ തന്നിട്ട് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നതെന്ന്, അതിനകത്തൊക്കെ ഒരു സിമെട്രി കാണും. ഇപ്പോൾ നിങ്ങളൊരു വളരെ വലിയൊരു ബൾക്കി ആയിട്ടുള്ള റെസിസ്റ്റീവ് നെറ്റ്വർക്കോ അങ്ങനത്തെ നെറ്റ്വർക്കുകൾ തന്നു കഴിഞ്ഞാൽ അതിലൊരു സിമെട്രിയാണ്. ആ സിമെട്രി വെച്ചിട്ട് നമ്മൾ എങ്ങനെ അത് ഏറ്റവും സ്മോളറായിട്ട് സർക്യൂട്ടായിട്ട് കൊണ്ടുവരും, അതിൻ്റെ ഈക്വലൻസ് എങ്ങനെ കണ്ടുപിടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.